പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ചയുടെ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന ഒരു നല്ല പകൽക്കാലമാണ് ഇന്ന് പകൽക്കാലമെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽക്കാലം വിശ്വസ്തനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ നിങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആമുഖത്തിൽ പ്രബോധിപ്പിക്കുക. ഇന്ന് പകൽക്കാലത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് 33-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഞാനത് വായിക്കുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. സ്തോത്രം. ഒരു ദൈവികമായ സന്തോഷമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു ശാശ്വതമായ ഒരു സന്തോഷമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സന്തോഷമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നാം അതിന് ചെയ്യേണ്ടത് എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുന്നു, അവന്റെ വിശുദ്ധ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. സംഗീതകാരൻ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നാം ആശ്രയിക്കേണ്ടത് എങ്ങനെയുള്ള വ്യക്തിയിലാണ്? അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണം നമ്മൾ ആശ്രയിക്കുവാൻ. എല്ലാ നാമത്തിലും ശ്രേഷ്ഠമേറിയ നാമം, ശാശ്വതമേറിയ നാമം, ഭൂമിയിലും സ്വർഗത്തിലും ഓരോരോ സ്ഥിരമായി നിൽക്കുന്ന നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. ഈ പകൽക്കാലത്തെ നമ്മുടെ ആരാധന വിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിലാകട്ടെ. ഈ പകൽക്കാലത്തെ നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം വിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിലാകട്ടെ. ആ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ച് നാം ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യ സന്തോഷം നൽകുന്ന ദൈവം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരാധിപ്പാണ്ടൊക്കെയാണ് നിങ്ങൾ മനസ്സ് വെച്ചൊന്ന് ആരാധനാലയത്തിൽ പോയിക്കാട്ട്. നിങ്ങളുടെ ആരാധന ഇന്ന് സന്തോഷകരമാകും. ദൈവാലയത്തിൽ പോകുന്നത് മനുഷ്യരിൽ ആശ്രയിക്കാനല്ല, ദൈവത്തെ ആരാധിക്കാനിരിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല. വിശുദ്ധനായ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് വീണ്ടും എന്ത് പാപവും ചെയ്ത് ജീവിക്കാമെന്നുള്ള ആ ചിന്താഗതികൾ നാം ഒന്ന് മാറ്റണം. വിശുദ്ധനായ ദൈവം എപ്പോഴും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടുകൂടി ഒരു ജീവിതമാണ്, വേർപെട്ട ഒരു ജീവിതം. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, എന്നാലോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായ നേക്ക് ജീവിക്കുന്നത്. അവർക്ക് മാത്രമേ നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നാം കഴിക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും കൊടുക്കലെല്ലാം വിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിലായി തീരട്ടെ. ലോകം പ്രഖ്യാപിക്കപ്പെട്ട പല വിശുദ്ധന്മാരുടെ നാമത്തിലല്ല നമ്മുടെ ആശ്രയമാകേണ്ടത്. എന്നാൽ വിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ഇന്ന് പകൽക്കാലം പറയുന്നു, നിങ്ങൾ എന്റെ വിശുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നോട് അടുത്ത് വരുന്നുവോ, നിങ്ങൾക്ക് ഞാൻ നിത്യ സന്തോഷം നൽകുന്ന ദൈവമാണ്. ആകയാൽ ഈ ഞായറാഴ്ചയുടെ പകൽക്കാലം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധി കണ്ടുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ സകല കുറവുകളെയും ദൈവത്തിന്റെ പാതാരബന്ധങ്ങളിൽ ഇട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ആത്മദർശനം കണ്ടെന്ന് ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുമോ? കഷ്ടതയുടെ നടുവിൽ കിടന്നുകൊണ്ടും അതേ കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ അപ്പോസ്തലനെ പോലെ ദൈവിക ദർശനത്തിനായി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉൾക്കണ്ണുകളൊന്ന് തുറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ കണ്ണുകൾ തുറക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിങ്ങളുടെ ആരാധനയിൽ ഒരു തീക്ഷ്ണതയുണ്ടാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും
ദൈവത്തിങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ, ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. ഈ പകൽക്കാലത്ത് നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാൻ പോകുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാൻ പോകുക. വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ദൈവത്തിന് വിശുദ്ധമായ ചിലത് കൊടുത്താൽ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഹൃദയം വിശുദ്ധിയോടെ കൊടുക്കുക, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടെ കൊടുക്കുക. പൗലോസ് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നിങ്ങൾ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന യാഗം നമ്മളെ തന്നെ ദൈവത്തിന് വിശുദ്ധിയോടെ സമർപ്പിക്കുന്നതാണ്. ഈ വിശുദ്ധ പകൽക്കാലം വിശുദ്ധിയോടെ നമ്മെ തന്നെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു നല്ല ആരാധന കഴിച്ച് ഒരു നല്ല തൃപ്തി പ്രാപിച്ച് സന്തോഷത്തോടെ പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അബ്രഹാമിന്റെ മകന് വേണ്ടി ഇസഹാക്ക് യാഗമാകേണ്ട സ്ഥാനത്ത് ദൈവം മോര്യാമലയിൽ അതേ ഒരു ആട്ടുകുട്ടിയെ കരുതി വെച്ചതുപോലെ ഇന്നത്തെ ആരാധനയിൽ നിങ്ങൾ ദൈവസ്ഥനിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും നിങ്ങൾ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ പരിഹാരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന, നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുന്ന ഒരു ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവിൽ വിശ്വസിക്കുക, അവന്റെ വിശുദ്ധിയോട് അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക, പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം അത്ഭുതം നടക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.